ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമുക്ക് തരുന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അവസാന ഭാഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ഈ ക്ലാസ് കൊണ്ട് എഫേസ്യ ലേഖനം തീർക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നമ്മൾ ആത്മീക ഒരു യുദ്ധകളത്തിലാണ് എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മള് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചു കൊള്ളണം എന്നായിരുന്നു നമ്മൾ പഠിച്ചത്, അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നു, നമ്മൾ എപ്പോഴും ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ ദുർദിവസങ്ങൾ വരുമ്പോൾ നാം എതിർത്ത് നിൽക്കണം. അപ്പം ദൈവം നമ്മെ ആത്മീക ആ രാജ്യത്തിലേക്ക് വന്നപ്പോൾ, നാം രക്ഷയിലേക്ക് വന്നപ്പോൾ നമുക്ക് പോരാട്ടമുണ്ട് എന്നറിയാവുന്ന ദൈവം, നമ്മൾ പറഞ്ഞു, ഒരു വിശ്വാസിയായി ക്രിസ്തുവിങ്കിലേക്ക് വരുന്ന അന്ന് മുതൽ നാം ഈ ലോകത്തിൽ നിന്ന് മാറിപ്പോകുന്നത് വരെ നമുക്ക് ഈ പോരാട്ടമുണ്ട്. അപ്പൊ നമ്മുടെ കർത്താവ്, നമ്മെ അറിയുന്ന ദൈവം നമുക്ക് വേണ്ടിയിട്ട് ചില ആയുധവർഗങ്ങളെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മള് അവിടെ പറയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവിൻ എന്നാ പറയുന്നത്. നമ്മുടെ പോരാട്ടത്തിലെല്ലാം നമുക്ക് പോരാടുന്നതിന് വേണ്ടിയിട്ട് 6 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ നമ്മൾ 4 കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഞാൻ ഒന്ന് പറഞ്ഞു പോകാം പെട്ടെന്ന്. ഒന്ന്, സത്യം അരയ്ക്ക് കെട്ടിക്കൊള്ളണം എന്ന് പറഞ്ഞു. ബെൽറ്റായിട്ട് സത്യം ധരിക്കണം എന്ന് പറഞ്ഞു. രണ്ടാമത്തെ, നീതി എന്ന കവചം ധരിക്കണം. മൂന്നാമത്തത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കണം. നാലാമത്, വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽക്കണം. അതുപോലെ തന്നെ രക്ഷ എന്ന ശിരസ്ത്രവും നമ്മള് അതുപോലെ തന്നെ ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുക എന്ന് പറഞ്ഞു. അതിനകത്ത് 5 കാര്യങ്ങൾ ഡിഫെൻസീവ് വെപ്പൺസും 1 ഒഫൻസീവ് ആണ്. 5 പ്രതിരോധത്തിനും 1 കടന്നാക്രമണത്തിന് നമുക്ക് പോരാടുവാനായിട്ട്, നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് ദൈവം ഒരു കാര്യമാണ് തന്നിരിക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മെ പ്രതിരോധിക്കാൻ, ശത്രുവിന്റെ പോരാടുന്നത് പ്രതിരോധിക്കാൻ നാം ധരിച്ചുകൊണ്ട് നിൽക്കുക, അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ സത്യമെന്ന് പറയുമ്പോൾ ദൈവവചന സത്യങ്ങളെ പഠിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. സത്യം അറിയുമ്പോൾ സത്യം നമ്മെ സ്വതന്ത്രരാക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉറച്ചു നിൽക്കണം. രണ്ടാമത്തത്, നീതി, ക്രിസ്തുവിന്റെ നീതിയുള്ളവരായിരിക്കണം. അതിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു പൊസിഷണൽ റൈറ്റ്യസ്നെസ്സിനും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റൈറ്റ്യസ്നെസ്സും. പൊസിഷണൽ റൈറ്റ്യസ്നെസ് എന്ന് പറയുമ്പോൾ ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന നീതി. പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ദിവസം നമുക്ക് വേണം. കാരണം നമ്മെ നീതിയുള്ളവരായി കർത്താവ് ആക്കി തീർക്കുമ്പോൾ ആ നീതിയോടെ നാം ജീവിക്കുവാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. നാം അങ്ങനെ ജീവിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ പഠിച്ച സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും. അപ്പൊ നന്മ സുവിശേഷിക്കുന്നവരുടെ കാലം എത്ര മനോഹരം എന്ന ദൈവത്തിന്റെ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നതല്ലേ. നാം സാക്ഷ്യമുള്ളവരായി ജീവിക്കണം. നാം ആരാണ് എന്ന ചിന്തയോടുകൂടെ ജീവിക്കണം. നമ്മെ കാണുന്നവർ നമ്മെ അറിയണം നമ്മൾ ആരാണെന്ന്. നാം ദൈവമക്കളാണെങ്കിൽ ദൈവമക്കൾക്ക് യോജിക്കുന്ന രീതിയിൽ നാം ജീവിക്കണം. നമ്മുടെ ആത്മീക പാദങ്ങൾ സുവിശേഷത്തിന് യോഗ്യമായിരിക്കണം. സമാധാന സാക്ഷ്യമുള്ളവരായിരിക്കണം. ലോകത്തിലെ മറ്റുള്ളവരെ പോലെ അലമ്പുണ്ടാക്കുന്നവരായി തീരരുത്. നാം സമാധാന സുവിശേഷത്തിനുള്ള സാക്ഷ്യം കാലിന് ചെരുപ്പാക്കണം എന്ന് പറഞ്ഞു. നമ്മളിനി 5-ാമത്തെ കാര്യത്തിലേക്കാണ് ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വിശ്വാസം എന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. വിശ്വാസം എന്ന പരിച, ഷീൽഡ് ഓഫ് ഫെയ്ത്ത്. ഇതുവരെയുള്ള 3 ധരിക്കുകയായിരുന്നു.
ധരിക്കുകയായിരുന്നു. ഇത് എടുത്തുകൊണ്ട് നിൽക്കുക എന്നാണ് പറഞ്ഞത്. പരിചയം എന്ന് പറയാൻ നമുക്കറിയാം, ഒരു സോൾജിയറിന്റെ ഹോൾ ബോഡി പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കവചം ആണ് പരിചയം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീകമായ പോരാട്ടത്തിൽ നമ്മൾ ബ്രസ്റ്റ് പ്ലേറ്റ് ഒക്കെ കണ്ട് നമ്മൾ കുറച്ച് സ്ഥലം മാത്രം നമ്മൾ ആ ഇന്റേണൽ ഓർഗൻസ് മാത്രം കവർ ചെയ്യുന്നതായിരുന്നല്ലേ. ഇത് ഹോൾ ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് പരിച എന്ന് പറയുന്നത്. അപ്പം നമ്മള് ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുന്നതായ എന്നല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. അപ്പൊ എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളൊക്കെയും കെടുക്കുന്നതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട്, അപ്പം ദുഷ്ടന്റെ തീയമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയോടുകൂടെയുള്ളതായല്ലേ. അത് സാധാരണ അമ്പല്ല. അപ്പം നമ്മെ ശരിക്കും കുത്തുന്ന അമ്പ്. പൗലോസ് പറഞ്ഞ എന്താ പറഞ്ഞ, എനിക്കൊരു ഉം, കു- ഒരു ശൂലം വെച്ചിരിക്കുന്നെന്നാ പറഞ്ഞല്ലേ. ആ ശൂലം കൊണ്ട് നടന്ന ആളാ പൗലോസ്. അപ്പം ദൈവത്തിന്റെ കൃപ എത്രത്തോളം പൗലോസിന് ഉണ്ടായിരുന്നു. ആ ശൂലം കുത്തിക്കൊള്ളാതെ, കുത്തുമായിരിക്കും ഇടയ്ക്കൊക്കെ കുത്തും, പക്ഷെ അത് കുത്തിക്കൊള്ളി നമ്മെ നോവിച്ച് നാം വിശ്വാസം പതറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ആ തീയമ്പുകൾ നമ്മിലെ കേൾക്കുമ്പോൾ നാം അത് അടിപതറി വീഴാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് ചെയ്യണം. അപ്പൊ ആ ഒരു നമ്മൾക്ക് വിശ്വാസം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള വിശ്വാസമുണ്ട്. സേവിങ് ഫെയ്ത്ത് ഉണ്ട്. പക്ഷെ ആ സേവിങ് ഫെയ്ത്ത് നാം കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടല്ലേ. ആ ഫെയ്ത്തിനെ കുറിച്ചല്ല പറയുന്ന ഇവിടെ. ലിവിങ് ഫെയ്ത്ത്, ജീവനുള്ള വിശ്വാസം, നിറഞ്ഞു വരുന്ന വിശ്വാസം, ദൈവത്തിലുള്ള ആഴമായ വിശ്വാസവും ദൈവിക സത്യങ്ങളെക്കുറിച്ചുള്ള ആഴമായ അറിവ്, ആഴമായി എന്നാൽ മാത്രമേ ദുഷ്ടന്റെ വലിയ തീയമ്പുകളെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പരീക്ഷകൾ വരുമ്പോൾ, സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകുമ്പോൾ, സംശയങ്ങൾ എന്താ പറയുന്നത് ആക്രമിക്കുമ്പോൾ, അതുപോലെ തന്നെ പടക് ആടി ഉലയുമ്പോൾ എല്ലാം നമുക്ക് ആ ദൈവത്തിലുള്ള വലിയൊരാഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ചില സാഹചര്യങ്ങൾ എങ്ങനെയാ മുമ്പോട്ട് പോകുന്നതെന്ന് അറിയാൻ വയ്യാത്ത സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അല്ലേ. അത് രോഗമാകട്ടെ, പ്രതികൂല സാഹചര്യങ്ങളാകട്ടെ, എതിർപ്പുകളാകട്ടെ, എന്തുവാണെന്ന് വന്നാലും, പക്ഷെ അവിടെ ഒരു വിശ്വസ്തനായ ഒരു ദൈവം നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുക തന്നെയല്ല, ആ വിശ്വാസം നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് ഏറ്റവും വലിയ പൗലോസ് പറയുന്ന മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നുണ്ട് അല്ലേ. നമ്മൾ അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പഴയ നിയമവിശുദ്ധനായിരുന്നല്ലേ. അതെന്താ, ഒരാശയ്ക്കും വഴിയില്ലായിരുന്നല്ലേ. 100 വയസ്സായി, ശരീരം നിർജീവമായി പോയി. സാറയ്ക്ക് 90 വയസ്സായി, സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും അല്ലേ, ആ വിശ്വാസത്തിന് ആശയ്ക്ക് ഒരു വിധത്തിൽ ഒരു ഹോപ്പില്ലാതെ ഇരുന്ന ഒരു സമയത്ത്, ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിച്ചെന്നാ പറയുന്നത്. അത്ര വിശ്വാസം നമുക്കുണ്ടോ? നമ്മൾ പറയും നമ്മൾ വിശ്വാസമുള്ളവരാണെന്ന്, പക്ഷെ നമ്മളുടെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവെ നിൽക്കുവാനുള്ള കൃപ നമുക്ക്, നമ്മളിങ്ങനെ ഒരു സ്റ്റോറിയാണോ നടന്ന സംഭവമാണോ എന്നൊക്കെയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒട്ടും മഴയില്ല, ഭയങ്കരമായ വരൾച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ നടന്ന സമയത്ത് വിശ്വാസികളെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. അപ്പോൾ അവർ പ്രാർത്ഥിക്കാനായിട്ട് പുറപ്പെട്ടല്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാവരും ഇങ്ങനെ വലിയ വിശ്വാസികളെല്ലാം പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിനകത്തൊരു കുഞ്ഞൊരു കുടയും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം നീ എന്തിനാ കുട ഈ മഴയില്ലാത്ത സമയത്ത്? പറയും, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നില്ലേ, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസമില്ലല്ലോ, വിശ്വാസമില്ലാതല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്നല്ലേ. വിശ്വാസമില്ലാതെ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകരുത്. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ നാം
പ്രാർത്ഥിക്കണം, നാം വിശ്വസിക്കണം, ദൈവം നടത്തിത്തരും. നമ്മുടെ സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, ഒരു 99.9% പോലും നടക്കത്തില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യത്തിൽ നാം ദൈവത്തിൽ ഉറച്ചു നിന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. പക്ഷെ ചിലപ്പം ചില കാര്യങ്ങൾ സംഭവിച്ചില്ല എന്ന് വരും. അതെന്താണെന്ന് അറിയാമോ? നമ്മുടെ പ്രാർത്ഥനകളെല്ലാം 100% ദൈവം ഉത്തരം തരത്തില്ല. ചിലപ്പം അത് ദൈവത്തിന്റെ സമയമല്ലായിരിക്കും. പ്രാർത്ഥനകളെല്ലാം പലതിനകത്തും യെസ് ഉണ്ട്, ചിലതിന് നോ ഉണ്ട്, ചില സമയത്ത് വെയിറ്റ് എന്നായിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസത്തിൽ പതറിപ്പോകരുത്. പ്രത്യേകിച്ച് ആത്മീക പോരാട്ടത്തിലായിരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും പിശാചിന് തകർത്ത് കളഞ്ഞു കൊടുക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. നമ്മളെ രോഗങ്ങളാണെങ്കിലും എന്തുവാണേലും പ്രയാസം, കർത്താവ് നമ്മെ ചില ഘട്ടങ്ങളിലൂടെ, നമ്മൾ പറഞ്ഞ ഒരു നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവാൻ നമ്മൾ പഠിച്ചപ്പോഴും അവിടെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഓരോ സീസൺസ് ഉണ്ടല്ലേ, ആ സീസണിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഒരു സീസൺ ദൈവം അനുവദിച്ചതാ ചില സമയത്ത്. ആ സീസണിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. അചഞ്ചലമായ വിശ്വാസം. നമ്മുടെ കഴിവുകളിൽ നമ്മൾ ആശ്രയിക്കരുത്, അതുപോലെ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മൾ നോക്കരുത്. സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും മുമ്പോട്ട് പോകുവാൻ ഒക്കത്തില്ല. നമ്മള് പത്രോസും എല്ലാം കൂടെ പടകിൽ യാത്ര ചെയ്ത സമയത്ത് വലിയ കാറ്റും കോളും ഒക്കെ ഉണ്ടായിട്ട് രാത്രിയിൽ കർത്താവ് നടന്നു വരുന്നുണ്ട്. അപ്പം പത്രോസ് ചോദിച്ചു, കർത്താവ് അത് നീ ആകുന്നുവെങ്കിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരട്ടെ എന്ന് പറഞ്ഞല്ലേ. ആ കർത്താവ് പറഞ്ഞു, നീ പോരാൻ പറഞ്ഞു. വലിയ ധൈര്യത്തോടെ ഇറങ്ങി പുറപ്പെട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ എവിടാ നോക്കിയത്? ആ പടകില്, ആ ഒരു എന്താ പറയുക, കാറ്റിലും കോളിലും ആ തിരമാലയിലൊക്കെ ഒന്ന് നോക്കിയപ്പം കാലങ്ങ് പതറിപ്പോയി അല്ലേ. അത്രയേ ഉള്ളൂ. പക്ഷെ അതേ കർത്താവിനെ നോക്കി പോയാൽ പതറി പോകത്തില്ലായിരുന്നല്ലേ. അപ്പൊ നമ്മൾ കർത്താവിനെ നോക്കി മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും പതറിപ്പോകുവാനായിട്ട് ഇടയാകത്തില്ല. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. നമ്മൾ സ്ഥിരത വേണം. കൊലോസ്യ ലേഖനം 2:7 ഇങ്ങനെ പറയുന്നു, അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറയ്ക്കണം. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോയാൽ മാത്രമേ ഈ വലിയ ആത്മീക പോരാട്ടത്തിൽ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. നമ്മുടെ വിശ്വാസം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് എപ്പോഴും നല്ല സാഹചര്യങ്ങളായിരിക്കില്ല വരുന്നത്. ചെറുതിലൊക്കെ ചിലപ്പോൾ നമ്മൾ ജയിച്ചെന്നിരിക്കും. പക്ഷെ വലിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെയാ ജയിക്കുന്നത്? നമുക്ക് കഴിയൊന്നുമില്ല. ഈ ആത്മീക നമ്മൾ കാണാത്ത ഒരു ഒരു ലോകം, ഒരു അദൃശ്യമായ ഒരു ചുറ്റുപാടിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ചുറ്റും അദൃശ്യ ജീവികളുണ്ടെന്ന്. അത് നല്ലവരുമുണ്ട്, തീയതുകൊണ്ട് അല്ലേ. ആ സാത്താന്റെ പടക്കൂട്ടങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്കത് നമ്മുടെ കണ്ണുകൾ, നഗ്ന നേത്രങ്ങൾ കൊണ്ടുവരാൻ കഴിയില്ല. പക്ഷെ കർത്താവിന് അത് കാണാം. അതുകൊണ്ട് ദൈവം നമുക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട്. അതും വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയത്തുള്ളൂ. 1-2 വാക്യങ്ങൾ ഞാനിന്ന് വായിച്ചു പോകാം. പത്രോസിന്റെ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായം 9-ാം വാക്യം. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്ന വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തേൽപ്പിക്കും. അപ്പം വിശ്വാസത്തിൽ സ്ഥിരത ഉണ്ടായാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് ഒക്കെ ഉള്ളൂ. എന്ന് മുമ്പേ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ ആസിയയിൽ വെച്ചുണ്ടായ തങ്ങൾക്ക് വലിയൊരു മരണത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോഴേ ജീവിച്ചിരിക്കുമോ എന്ന് നിരാശ തോന്നുമാറ് ഞങ്ങൾ അന്ന് മനസ്സിലങ്ങ് ഭാരപ്പെട്ട് ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, അതെ, ഞങ്ങളിലല്ല മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിൽ തന്നെ ആശ്രയിക്കാൻ തക്കവണ്ണം ഞങ്ങൾ മരിക്കുമെന്ന് നിർണയിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇനി ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, ഇനിയും വിടുവിക്കും, മേലാലും അവൻ വിടുവിക്കുമെന്ന് ഞങ്ങൾ അവനിൽ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്നല്ലേ. അതൊരു വലിയൊരു വിശ്വാസമാണ്. പൗലോസ് കടന്നുപോയ സാഹചര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നല്ലേ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം മുഴുവൻ വായിച്ചു പോകുന്ന എന്തുവാ? കടലിലെ യഹൂദന്മാരാൽ
ഒന്ന് കുറെ 40 അടി 5 തവണ കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, 1 വട്ടം കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ചേകത്തിൽ അകപ്പെട്ടു. ഉം, ഒ- രാ പറഞ്ഞു, ഒരു രാ 3 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. എന്നിട്ട് പറയുന്നത് കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാകത്ത്, സ്വജാതിക്കാരുള്ള ആപത്ത്, ഇങ്ങനെ അധ്വാനം, പ്രയാസം, പട്ടിണി, ശീതം, നഗ്നത, പലവട്ടം ഉറക്കള്, പലപ്പം പട്ടിണി, ഇങ്ങനെയൊക്കെ. എന്നിട്ടും അവസാനം പറയുകയാണ്, ആം, ദിവസേന സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും എനിക്കുണ്ടെന്ന്. അപ്പൊ നമുക്കിതിൽ ഒറ്റ ഒരെണ്ണം പോലും ഏറിട്ടില്ലല്ലേ? അത്രത്തോളം ഭയങ്കര വലിയ കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ച് തന്നെ രക്ഷിച്ച ദൈവത്തിൽ പൗലോസപ്പോസിന് എത്ര വിശ്വാസമുണ്ട്. 11 അധ്യായം 2 കൊരിന്ത്യർ 11 അധ്യായം ഒന്ന് ഉറച്ചു വായിച്ചാൽ മതി. എത്ര യഹൂദന്മാരാൽ ഒന്ന് കുറവ് 40 അടി 5 വട്ടം കൊണ്ട്. എന്തൊരടിയാ! ചാട്ടവാറ് കൊണ്ടുള്ള അടിയാ അല്ലേ? പക്ഷെ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം വിടുവിച്ചെന്ന് പറയുന്നുണ്ടല്ലേ? അപ്പൊ ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും വിടുവിച്ച ഒരു ദൈവത്തെ വിശ്വസിപ്പാൻ തക്കവണ്ണം ആശയ്ക്കു മീതെ ആശയോട് അവർ വിശ്വസിച്ചു. ഒരു ഞെരുക്കത്തിൽ നിന്നും, ഒരു പ്രതികൂലങ്ങളിൽ നിന്നും എന്നെ രക്ഷിച്ച ദൈവം അടുത്ത പ്രതികൂലങ്ങളിലും നഷ്ടങ്ങളിലും എന്നെ രക്ഷിപ്പാൻ കൂടെയുണ്ട്. പൗലോസ് 2 കൊരിന്ത്യർ 5 അധ്യായം എടുക്കണ്ട, ഞാൻ വെറുതെ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു പോകുന്നതൊക്കെ. അപ്പം പൗലോസ് 2 കൊരിന്ത്യർ 5 പറയുന്നുണ്ട്, നൊടിനേരത്തോക്കുള്ള ഈ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഉണ്ടാകുവാനായിട്ട് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ട്. കാണുന്നത് താൽക്കാലം, കാണാത്തതോ നിത്യം അല്ലെ? എന്തിനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? രക്ഷയ്ക്കായി വിളിച്ചിരിക്കുക. രക്ഷയെന്ന് പറയുമ്പോൾ പറഞ്ഞു വരാൻ ത്രികാല രക്ഷയുണ്ട്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനിയും നാം ആ രക്ഷയുടെ പ്രത്യാശയുണ്ട് നമുക്ക്. എന്തിനാ നമ്മെ വിളിച്ചിരിക്കുന്നത്? വെറുതെ ദൈവമക്കളായി ഈ ലോകത്തിൽ കുറച്ചു കാലം ജീവിച്ചു കഴിഞ്ഞു പോകുവാനല്ല, കർത്താവിനോടുകൂടെ എന്നേക്കും വസിപ്പാൻ അല്ലേ? 1 യോഹന്നാൻ 3 കാൺമീനം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് ഇത്ര വലിയ സ്നേഹം തനിക്ക് നാം അത് തന്നെയാകുന്നു. അവൻ ഇരിക്കുന്നത് പോലെ അല്ലെ, നാമും അങ്ങനെയാകും. ആ ഒരു പ്രത്യാശയിലേക്കാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. രക്ഷയ്ക്ക് വിളിച്ചെങ്കിൽ തേജസ്കരണത്തിലേക്കാ ദൈവം വിളിച്ചിരിക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതികൂലങ്ങളെയും മറികടന്ന് അവിടെ വരെ എത്തിപ്പാൻ ദൈവം ശക്തനാണ്. അത്ര വലിയൊരു ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് അല്ലേ? അഗ്നിജാലയ്ക്കത്തുള്ള കണ്ണൻ, നമ്മുടെ ആ ചുറ്റുമുള്ള അദൃശ്യ ശക്തികളെ നമുക്ക് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിലും അഗ്നിജാലയ്ക്കൊത്തുള്ള കണ്ണുള്ള ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നമ്മുടെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളെയും അറിയുന്ന ദൈവം എല്ലാ പ്രതികൂല ഘട്ടത്തിലും ജയിപ്പാൻ ആവശ്യമായ കൃപ നമുക്ക് തരും. റോമാലേഖനം 8:31 32 പിന്നെ 1-2 വാക്യങ്ങളുടെ ഞാൻ വായിച്ചു പോകാം. അവിടെ പൗലോസ് പറയുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? തന്റെ ഏകജാതനായ പുത്രനെ തരുവാൻ തക്കവണ്ണം മടിക്കാത്ത ദൈവം ഈ ലോകത്തിൽ നമുക്ക് വരുന്ന ഒരു ചെറിയ കഷ്ടങ്ങളിൽ നമ്മെ സഹായിക്കാതിരിക്കാൻ ദൈവത്തിന് കഴിയുമോ? ഒരിക്കലുമില്ല. പറയുന്നു, നാമോ അവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സങ്കടം, ബുദ്ധിമുട്ട്, അതൊന്നും ഞാൻ വായിക്കുന്നില്ല. സങ്കടം, പട്ടിണി, ഉപദ്രവം, നഗ്നത, വാളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നു 37 പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാം ഉറച്ചിട്ടുണ്ടോ? അതാണ്
വേണ്ടത്. നാം ഉറച്ചിട്ടുണ്ടോ? നാമും അതുപോലെ ഉറച്ചു വിശ്വസിക്കണം. ആ വിശ്വാസം എടുത്തും കൊണ്ടാ നിൽക്കണമെന്ന് പറഞ്ഞത്. ജീവനോ മരണത്തിനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ മറ്റ് ഏതൊരു ശക്തിക്കോ ക്രിസ്തുവേശുവിലുള്ള ആ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് നാം ഉറച്ച് വിശ്വസിക്കണം. ആ വിശ്വാസത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം വിശ്വാസം എന്ന് പറയുന്നത് മേൽക്കുമേൽ വർദ്ധിക്കുന്ന വിശ്വാസമാണ്. തെസ്സലോനിക്ക ലേഖനമൊക്കെ എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം ഏറ്റവും വർദ്ധിച്ചും മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്ന, അത് വർദ്ധിച്ചു വരുന്ന വിശ്വാസമാണ്. ചെറിയ കാര്യങ്ങളിൽ നമ്മെ ദൈവം രക്ഷിച്ചു. നാം ഒരു കാര്യത്തിൽ നാം വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി. ഇനി അടുത്ത പരീക്ഷയായിരിക്കും വരുന്നത്. ആ പരീക്ഷയിലും ദൈവം നമ്മെ രക്ഷിക്കുമെന്നുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളുടെ മുമ്പോട്ട് പോകുമ്പോൾ വലിയ വലിയ പരീക്ഷ, 1ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ് 2ാം ക്ലാസ്സിൽ എത്തുന്നു, 2ാം ക്ലാസ്സിൽ എക്സാം കഴിയുമ്പോൾ 3ാം ക്ലാസ്സിൽ എത്തുന്നു അല്ലേ? 1ാം ക്ലാസ് ജയിച്ചവർ 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും പഠിക്കാതെ 10ാം ക്ലാസ്സിൽ എത്തത്തില്ലല്ലോ എങ്ങനെയാണെങ്കിലും. അതുപോലെ തന്നെയാണ് വിശ്വാസ ജീവിതം. നമ്മുടെ വിശ്വാസം മേൽക്കുമേൽ വർദ്ധിച്ചു വരണം. അങ്ങനെ വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ടുള്ള വിശ്വാസമല്ല, അത് കണ്ടുള്ള വിശ്വാസമല്ല, ഇത് അറിഞ്ഞുള്ള വിശ്വാസമാണ്. നാം അനുഭവത്തിൽ കൊണ്ടുവരണം. നമ്മൾ വചനത്തിൽ കണ്ട യേശു, അല്ലെങ്കിൽ നാം കേട്ടറിഞ്ഞ യേശു നമ്മെ അനുഭവമാക്കി തീരുകയും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസം എന്ന് പറയുന്നത് എന്തോ ആശ്രയമാ അല്ലേ? കാണാത്ത കാര്യങ്ങളുടെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊന്നും അല്ല, അത് ആണ്. പക്ഷെ അത് കാണാതെ തന്നെ നമ്മൾ വിശ്വസിക്കണം. ആ അദൃശ്യനായ ദൈവത്തെ അനുഭവിച്ചറിയണം, ആശ്രയിക്കണം. വിശ്വാസം എന്ന് പറഞ്ഞ ഒറ്റ വാക്കിൽ വിശ്വാസത്തിന് ഒരു ഡെഫിനിഷൻ പറയണേ, ആശ്രയം മാത്രമാണ്. പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞിരിക്കുന്നു അല്ലെ, അവൻ എൻ്റെ ഉപനദി അവസാനത്തോളം കൊണ്ടുപോകാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നല്ലേ. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എന്നെയും കൊണ്ട് ഇനി മുമ്പോട്ട് പോകാനേ ഒക്കത്തില്ല, എനിക്കറിയാം അത് ശരിയാകത്തില്ല, അത് ശരിയാകത്തില്ലെന്നേ എനിക്കറിയാം, അതല്ല വിശ്വാസം. സാഹചര്യങ്ങളെല്ലാം പോയി, അത് ശരിയാകത്തില്ലെന്ന് നമുക്ക് 100% അറിയാം, എന്നാലും അത് ശരിയാകും. എൻ്റെ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും. നമുക്കറിയാം, നമ്മളെ സംഖ്യാപുസ്തകത്തിൽ അത് വായിക്കുമ്പോഴേ യോശുവല്ല, കനാൻ ദേശം ഉറ്റുനോക്കുവാനായിട്ട് മോശ 12 പേരെ അയക്കുന്നുണ്ടല്ലേ. കർത്താവിന് അറിയാമായിരുന്നു ഉറ്റുനോക്കാൻ 12 പേരെ അയക്കാൻ കർത്താവ് പറഞ്ഞിട്ടാ, ദൈവം പറഞ്ഞിട്ടാ അങ്ങോട്ട് പോയതല്ലേ. അപ്പൊ അവരവിടെ എല്ലാം പോയി കണ്ടിട്ട് തിരിച്ചു വന്ന് അവരെന്താ പറഞ്ഞത്? അതിൽ 10 പേര് പറഞ്ഞു, അവിടെ വലിയ മല്ലന്മാരുണ്ട്, വലിയ കോട്ടകളാണ്, നമുക്കൊന്നും അങ്ങോട്ട് പോകാനേ ഒക്കത്തില്ല, അവരുടെ മുമ്പിൽ നമ്മൾ വേറും നായിച്ചകളെ അല്ലേ, വെട്ടുക്കിളികളെ പോലെയാന്നൊക്കെ പറഞ്ഞല്ലേ, അവർ വലിയ മല്ലന്മാരാ. പക്ഷെ അവിടെ ശരിയാ, മിൽക്കും ഹണി എല്ലാം ഉണ്ട് അവിടെ അല്ലേ, പാലും തേനും ഒഴുകുന്ന ദേശം ഞങ്ങൾ കണ്ട്, ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. പക്ഷെ അവരെ ജയിക്കാൻ ഞങ്ങൾക്ക് കഴിയത്തേ ഇല്ലല്ലേ. പക്ഷെ അവരെ ജയിക്കാൻ കഴിയത്തില്ലെന്ന് അറിഞ്ഞാ ദൈവം അങ്ങോട്ട് വിട്ടത് അല്ലേ? ദൈവത്തിന് അറിയാതാണോ വിട്ടത്? പക്ഷെ 2 പേര് യോശുവയും കാലേബും ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, എന്തുവാ, അത് ശരി, അവര് പറഞ്ഞതൊക്കെ ശരിയാ, പക്ഷെ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ ജയിക്കുവാനായിട്ട് കഴിയും. ജയിച്ചില്ലേ? ജയിച്ചു അല്ലേ? ആ പറഞ്ഞ 10 പേരും കൂടെ ഉള്ളവർ മുഴുവൻ നശിച്ചു പോയി. പക്ഷെ ജോശുവയും കാലേബും മാത്രം കനാൻ ദേശം കണ്ട്. എന്തുകൊണ്ടാ? ആഴമായ വിശ്വാസം. അവരെ പറഞ്ഞയച്ചത് ദൈവമാണെന്ന് അറിയാം അവർക്ക് അല്ലേ. എന്നെ അയച്ചേക്കുന്നത്, എന്നെ വിളിച്ചതും ദൈവമാണെങ്കിൽ എന്നെ സംരക്ഷിക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട് അല്ലേ. ദൈവം തന്നിൽ ഗൃഹവിചാരന്മാർ അന്വേഷിക്കുന്ന അവർ വിശ്വസ്തതയുള്ളവരായിരിക്കണം. നാം വിശ്വസ്തതയുള്ളവരായിരിക്കണം, വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ കവിഞ്ഞു വരണം, വർദ്ധിച്ചു വരണം.
അപ്പം ജീവിതത്തിന്റെ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നാം പതറാതെ പാനിക്കാകാതെ ഉറച്ചു നിൽക്കാൻ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, ആ ദൈവവചനത്തിലുള്ള പരിജ്ഞാനവും നമ്മളെ സഹായിക്കുന്നു. ആ പരിജ്ഞാനം നമ്മെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നു. തിരിച്ചു വരുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ഉലയാതെ നിൽക്കാനുള്ള ബലം തരുന്ന വിശ്വാസമാണ്. അപ്പം നമ്മൾ പഠിച്ചാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിപ്പോകുന്ന തന്ത്രങ്ങൾ, ഉപദേശന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകാതെ വണ്ണം നമ്മെ രക്ഷിക്കുവാൻ, മുമ്പോട്ട് പോകുവാൻ നമ്മെ വിശ്വാസം സഹായിക്കുന്നു. അപ്പം വിശ്വാസം എന്ന പരിച നാം എടുത്തും കൊണ്ട് നിൽക്കുക. വിശ്വാസം വർദ്ധിച്ചു വരണം. ഇനി അടുത്തതിലേക്ക് പോകാൻ നമുക്ക് രക്ഷ എന്ന ശിരസ്ത്രം. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. ഹെൽമെറ്റ് ഓഫ് സാൽവേഷൻ. ഹെൽമെറ്റ് എന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നത്? തലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മൾ ഒരു യുദ്ധക്കളത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ഒരു യുദ്ധക്കളത്തിൽ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്ന പടയാളിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കാം. തലയെ സൂക്ഷിക്കണം, അല്ലേ? ആദ്യം തന്നെ തലയ്ക്കായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തലയെ സൂക്ഷിക്കണം. അതുകൊണ്ട് ആ രക്ഷ എന്ന ശിരസ്ത്രം ദൈവം നമുക്ക് തന്നിരിക്കും. ഇവിടെ രക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രക്ഷ പ്രാപിക്കുക എന്നുള്ള ആ രക്ഷയെക്കുറിച്ചല്ല പറയുന്നത്. മറ്റു പല ഭാഗങ്ങളിലൂടെ നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന രക്ഷയുടെ പ്രത്യാശ, ഹോപ്പ് ഓഫ് സാൽവേഷൻ എന്നാണ്, എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. തെസ്സലോനിക്ക ലേഖനത്തിലും അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്ന് വായിച്ചു വിടാം. യെശയ്യാ 59:17 കൊണ്ട് ഞാൻ വായിക്കുന്നില്ല, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. 1 തെസ്സലോനിക്കർ 5:8 അതേ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചു കൊടുക്കുക. അപ്പം ഹോപ്പ് ഓഫ് സാൽവേഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവൻ നമുക്ക് ആ ഒരു പ്രത്യാശ, ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മെ വെറുതെ അല്ല ദൈവം വിളിച്ചത്. രക്ഷയിലേക്ക് നമ്മെ കൊണ്ടുവന്നതിന് ശേഷം ഈ ലോകത്തിൽ കുറച്ച് ദിവസം 10, 60, 50 വർഷങ്ങൾ ജീവിച്ചു പോകണമെന്നല്ല. അതല്ല നമ്മെ കുറിച്ച് ആഗ്രഹം. നമുക്കൊരു തേജസ്കരണമുണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ, അല്ലെ, നാം കർത്താവിനോടുകൂടി എപ്പോഴും ഇരിക്കുന്ന അവസ്ഥയിലേക്ക് നാം ആയിത്തീരും. അതിനുവേണ്ടി ആ ദൈവം നമ്മെ വിളിച്ചിരിക്കും. ആ ഒരു ഹോപ്പാണ് നമുക്ക് ഉള്ളത്. ആ ഹോപ്പ് നമുക്കുണ്ടാകണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മളെ ഇവിടെ ഇട്ട് നശിപ്പിക്കാനല്ല ദൈവം വിട്ടിരിക്കുന്നത്, അല്ലേ? നമ്മളെ അതിനല്ല, ദൈവത്തോട് കൂടെ എപ്പോഴും വസിക്കാനുള്ള അനുഭവത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ റോമാലേഖനം 8:23-24 വാക്യങ്ങളൊന്ന് വായിച്ചു പോകാം. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ടുള്ള നമുക്കൊരു വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലെ? കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിവുള്ള തന്നെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോടെ രൂപാന്തരപ്പെടുത്തും. ഫിലിപ്പിലെ 3:21, 20-21 വാക്യങ്ങൾ പറഞ്ഞു പോയി, കുഴപ്പമില്ല. അപ്പോൾ നാം റോമർ ലേഖനത്തേക്ക് വരാം. 8:24 പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കാണുന്ന പ്രത്യാശയല്ല. ഒരുത്തനെ കാണുന്നതിനായി കാണുന്നതല്ല പ്രത്യാശ, നമ്മൾ കാണാത്തതിനായി പ്രത്യാശിക്കുന്നത്. നമ്മൾക്കൊരു വീണ്ടെടുപ്പുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നാം കാത്തിരിക്കുന്നത്. അപ്പൊ നാം രക്ഷയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ എപ്പോഴും കർത്താവിനോട് കൂടി ആ തേജസ്കരണത്തിന്റെ പാതയിലേക്ക് നമ്മെ നടത്തുമെന്നുള്ളൊരു ഹോപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പം രക്ഷയുടെ പ്രത്യാശ എന്തിനായിരിക്കും? ശിരസ്ത്രമായി ധരിക്കണമെന്നാ പറയുന്നത്. പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് സംശയത്തിന്റെ കാര്യങ്ങൾ നമ്മുടെ ചിന്തകളെ ബാധിക്കും. നമുക്കറിയാം, നമ്മൾ ആദ്യമേ കർത്താവിങ്കലേക്ക് വന്നപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ, ഞാൻ രക്ഷിക്കപ്പെട്ടതാണോ, അല്ലേ? ആ ഒരു രക്ഷയുടെ ഒരു സംശയം എപ്പോഴും ഉണ്ടാകാറുണ്ട്, അല്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ദൈവവചനം കൂടുതലായി പഠിക്കുമ്പോഴും ദൈവത്തിൽ നമുക്കറിയാം, ഇപ്പൊ ആ സംശയമേ വരാറില്ല, അല്ലേ? അപ്പൊ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ പതർച്ചകൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നാം രക്ഷയെക്കുറിച്ചുള്ള ഒരു
ഒരു സംശയം എപ്പോഴും ഉണ്ട്. ആ നമ്മുടെ ചിന്തകളെ കീഴടക്കാനായിട്ട് സാത്താൻ ശ്രമിക്കും. അതിലെല്ലാം ആ രക്ഷ, നമ്മുടെ ഹോപ്പ് ഓഫ് സാൽവേഷൻ ഹൃദയത്തിൽ നിറയ്ക്കണം. എന്നെ എന്തിനാ ദൈവം വിളിച്ചിരിക്കുന്നത്? എന്നെ വിളിച്ചത് ഈ ലോകത്തിലേക്ക് മാത്രമല്ല, ക്രിസ്തുവിനോടുകൂടെ എന്നേക്കും വസിക്കാനായിട്ടല്ലേ. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം ഞങ്ങൾക്കുണ്ടാകുവാൻ കാരണമായി തീരുമെന്ന് നമുക്കറിയാമല്ലേ. അതിനു വേണ്ടിയിട്ടാ ദൈവം നമ്മെ വിളിച്ചില്ലേ. കാണുന്നതിനെ ഒന്നുമല്ല ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സാത്താൻ നമ്മളിലേക്ക് ഡിസ്കറേജ്മെന്റുകൾ കൊണ്ടുവരുമ്പോൾ, പിന്മാറിപ്പോകാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ, നമ്മുടെ രക്ഷയെപ്പറ്റി സംശയം ജനിപ്പിക്കുമ്പോൾ നാം മുമ്പോട്ട് പോവുക. എന്നെ വിളിച്ചിരിക്കുന്ന നശിച്ചു പോകാനല്ല, എന്നെ വിളിച്ചിരിക്കുന്ന തേജസ്കരണത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നേ. അപ്പൊ ആ ദൈവത്തിന്റെ ആത്മീക പടയാളികൾ എന്ന നിലയിൽ നാം ദൈവീകമായ ചിന്തകളെ കൊണ്ട്, ആ രക്ഷയുടെ ചിന്തകളെ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നാം നിറയ്ക്കണം. നമ്മുടെ രക്ഷയിൽ നാം സന്തോഷിക്കണം. ഞാൻ പറഞ്ഞായിരുന്നു, രക്ഷയ്ക്ക് ത്രികാല അനുഭവം ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ, നാം രക്ഷിക്കപ്പെട്ടു. നമ്മൾ സാത്താന്റെ അധികാരത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടു. രണ്ടാമത് അനുഭവം എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പ്രസന്റ് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നാം വിശുദ്ധീകരണത്തിന്റെ പാതയിലേക്ക് വിശുദ്ധീകരണത്തിലൂടെ നാം നടക്കുന്നു. എന്ന് വെച്ചാൽ പാപത്തിന്റെ ആകർഷണ വലയത്തിന്റെ അകത്താണ് നാം. പക്ഷെ ആ വലയത്തിൽ നിന്നൊക്കെ ദൈവം നമ്മെ വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി നാം രക്ഷിക്കപ്പെടും. അതാണ് ആത്യന്തികമായത്. നമ്മുടെ ഒരു വീണ്ടെടുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് തന്നെ വിടുവിക്കപ്പെടുക. നാം പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. നാം ഇപ്പോൾ പാപത്തിന്റെ ആകർഷണ വലയത്തിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ടേയിരിക്കുന്നു, രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അല്ലേ. പൗലോസ് പറയുന്നത് രക്ഷയ്ക്കായി പ്രവർത്തിക്കുക അല്ലേ. അതെന്ന് പറയുന്നത് പഴയ ആ പാസ്റ്റ് ഇതിനെക്കുറിച്ചല്ല പറയുന്നത്, ഇപ്പോഴത്തെ നമ്മുടെ പ്രസന്റ് സാൽവേഷനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമുക്കൊണ്ട് നാം പാപത്തിന്റെ സാമീപ്യത്തിൽ നിന്ന് ആത്യന്തികമായി വിടുവിക്കപ്പെടുമെന്നൊരു രക്ഷ നമുക്കുണ്ട്. അതുകൊണ്ട് നാം ആ രക്ഷയുടെ ഒരു ഹോപ്പ് നമുക്കുണ്ടായിരിക്കണം. ഹോപ്പ് ഓഫ് സാൽവേഷൻ, രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. അപ്പൊ നാം ജീവനുള്ള പ്രത്യാശയ്ക്കായി അല്ലെ, നാം ജീവനുള്ള പ്രത്യാശയ്ക്കായി നാം രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന സാത്താൻ കൊണ്ടുവരുന്ന ഏത് ഭയത്തിൽ നിന്നും ഏത് സംശയത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ നമുക്ക് രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെല്ലാം അവസാന നാളിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കപ്പെടുമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. കർത്താവ് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6:37 ഒരു വാക്യം മാത്രം ഞാൻ വായിച്ചു പോകാം. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമുക്ക് കയ്യിൽ നിന്ന് ഊർന്നു പോകാം, പക്ഷെ കർത്താവ് തള്ളിക്കളയത്തില്ല. മുറുകെ പിടിച്ചങ്ങ് പോയാൽ മതി അല്ലേ. കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും കയ്യിൽ നടക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ നടന്ന ചെറിയ പ്രായത്തില് മാതാപിതാക്കളുടെ കൈകൾ പിടിച്ചു പോകുന്നത് പോലെ അവർക്ക് യാതൊരു പ്രശ്നമില്ല. മാതാപിതാക്കൾ കൈ പിടിച്ചിട്ടുണ്ടല്ലേ. അതുകൊണ്ട് കർത്താവ് നമ്മുടെ കയ്യെ പിടിച്ചേക്കുകയാണ്. നമ്മളങ്ങ് സമാധാനത്തോടെ അങ്ങ് പോയാൽ മതി. കാണിച്ചു തരുന്ന പാതയിലൂടെ പോയാൽ മാത്രം മതി. ഇവിടെ പറഞ്ഞ യോഹന്നാൻ 6:39 പറഞ്ഞു, അവൻ എനിക്ക് തന്നതിലൊന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കണം എന്നാകുന്നു എൻ്റെ അയച്ചവന്റെ ഇഷ്ടം. നമ്മളെല്ലാവരും അവസാനത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കപ്പെടണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് നമ്മെ വെച്ചേക്കുന്നത്. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെട്ടു പോകുവാൻ ദൈവം നമ്മെ ഒരിക്കലും അനുവദിക്കുകയില്ല. 1 പത്രോസ് 1:3-6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നില്ല. ആ ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ജീവനുള്ള പ്രത്യാശയായി ഉള്ളവരായി നാം മുമ്പോട്ട് പോകുവാനായിട്ട് മുമ്പോട്ട് കടന്നു പോകണം. അവിടെ പറയുന്നുണ്ട്, പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ ഒരു സന്തോഷം നിങ്ങൾക്ക് വച്ചിരിക്കുന്നു. അതുകൊണ്ട് അല്പനേരത്തേക്കുള്ള നിങ്ങളുടെ ബഹുകഷ്ടം നിങ്ങൾ താൽക്കാലികമായി കണക്കാക്കിയാൽ മതി. അതിൽ നിങ്ങൾ മുങ്ങിപ്പോകുവാനായിട്ട് ഇടയാകരുത് എന്ന് പറയുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നു, കർത്താവ് നിങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറയുന്നു. ദുഷ്ടനായ പിശാചിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് അന്ത്യം വരെയും നടത്തുവാൻ ദൈവം നമുക്ക്
ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം ശക്തനാണ്. ശത്രുവിന് ശക്തി ഉണ്ടെങ്കിലും ആം, ദൈവത്തോളം ശക്തി അവനില്ല. അതുകൊണ്ട് ശക്തനായ ദൈവൻ നമ്മുടെ കരത്തിൽ പിടിച്ചതുകൊണ്ട്, കരുത്തനായവൻ, പാട്ടില്ലേ, കരുത്തനായവൻ നമ്മുടെ കരത്തിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ട് മുമ്പോട്ട് പോകാനുള്ള ബലം നമുക്ക് കിട്ടുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മോട് കൂടെയുണ്ട്. രക്ഷയുടെ ശിരസ്. എന്തിനാ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഓർത്താൽ മാത്രം മതി. നമ്മളെ ഇവിടെ ഇട്ടിട്ട് പോകാനല്ല, തേജസ്കരണത്തിന് കർത്താവിനോട് കൂടെ എന്നേക്കും വസിക്കേണ്ടതിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നുള്ള ബോധം നമുക്കുണ്ടായാൽ, ആ ഒരു വിശ്വാസം നമുക്കുണ്ടായാൽ മാത്രം മതി. നമ്മള് നമ്മൾ ഓരോ സർവായുധ വർഗത്തെ കുറിച്ച് പറഞ്ഞപ്പോഴും അവിടെ പറഞ്ഞിരുന്നത് കർത്താവ് തന്നെയാണെന്ന് പറഞ്ഞിട്ടായിരുന്നത്. ക്രിസ്തുവിനെ ധരിക്കുക എന്നാണ്. നമ്മൾ ഇവിടെയും ആണെങ്കിലും നമ്മൾ പറയുകയാണ് രക്ഷ കർത്താവ് തന്നെയാണ് നമ്മുടെ രക്ഷ. സങ്കീർത്തനങ്ങൾ 18:2 യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷയുമാകുന്നു എന്ന് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 27:1 യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. വചനം മുഴുവൻ പുതിയ നിയമവും പഴയ നിയമവും കാണുമ്പോൾ കർത്താവ് തന്നെയാണ് നമ്മുടെ രക്ഷ. കർത്താവിനെ നാം ധരിക്കുക എന്നുള്ളതാണ് അല്ലെ. ലൂക്കോസ് 2:30 ഇങ്ങനെ പറയുന്നുണ്ട്. ഹന്ന പ്രവാചകി അങ്ങനെയല്ല, ശിമോന പറയുന്നത്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ. യേശു കർത്താവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശിമോൻ കണ്ടിട്ട് പറഞ്ഞതാ, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ആ രക്ഷയുടെ പ്രത്യാശ നമുക്കുണ്ടായിരിക്കണം. നാം ക്രിസ്തുവിനെ തന്നെ, ക്രിസ്തു തന്നെയാണ് നമ്മുടെ രക്ഷ, നാം ക്രിസ്തുവിനെ തന്നെ ധരിക്കണം. ഇനി ദൈവവചനം എന്ന ആത്മാവിന്റെ വാൾ എടുത്തുകൊണ്ട് നിൽക്കാന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അവസാനമായി ദൈവവചനം എന്ന ആത്മാവിന്റെ വാളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു മറ്റു എല്ലാ ആയുധങ്ങളും ഡിഫെൻസീവ് വെപ്പൺസ് ആയിരിക്കുമ്പോൾ ഇത് മാത്രമാണ് ഒഫെൻസീവ് ആയിട്ടുള്ളത്, നമുക്ക് പ്രയോഗിക്കാൻ വേണ്ടി, എടുത്തുപയോഗിക്കാൻ വേണ്ടി. പക്ഷെ ഇത് ഡിഫെൻസീവുമാണ് ഒഫെൻസീവുമാണ്. പ്രതിരോധത്തിന് നമുക്ക് ശക്തി നൽകും, അതുപോലെ തന്നെ എതിർത്ത് നിൽക്കാനും ഉപയോഗിക്കാനുമുള്ള ശക്തി നമുക്ക് തരുന്നുണ്ട്. മത്തായി സുവിശേഷം 4-ാം അധ്യായം നമുക്കറിയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് പറഞ്ഞു പോയതാണ്, എടുക്കേണ്ട കാര്യമില്ല. കർത്താവായ യേശു ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാൻ മരുഭൂമിയിലേക്ക് പോയപ്പോൾ അവിടെ 3 തവണ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ കർത്താവ് സാത്താനെ പറഞ്ഞതെല്ലാം ദൈവവചനമായിരുന്നല്ലേ. അത് തന്നെയാണ് നമുക്കും തന്നിരിക്കുന്ന ദൈവവചനം. പ്രതികൂല സാഹചര്യങ്ങളിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവവചനം നമുക്ക് ദൈവം തന്നിരിക്കുന്നു. പ്രതിരോധത്തിനും അതുപോലെ ആക്രമണത്തിനും വേണ്ടി ഡിഫെൻസീവായിട്ടും ഓഫെൻസീവായിട്ടുമുള്ള വെപ്പണായിട്ടാണ് നമുക്ക് ദൈവവചനത്തെ തന്നിരിക്കുന്നത്. അപ്പൊ ഓരോ വിശ്വാസിയും ദൈവവചനം അറിയുകയും മനസ്സിലാക്കുകയും തങ്ങൾക്ക് നേരെ വരുന്ന ഏതു പരീക്ഷയിലും അതിനെ ഉപയോഗിക്കുകയും ചെയ്യുക. ദൈവവചനത്താൽ നാം നിറയ്ക്കണം. ഞാൻ അത് മാത്രം എപ്പോഴും പറയാറില്ല, എല്ലാ ക്ലാസ്സിലും പറയാറില്ല, ദൈവവചനം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കണം. 2 തീമോഥെയോസ് ലേഖനം 3:16-17 നമുക്കറിയാം. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ സകല അങ്ങനല്ലേ നമ്മൾ ഉപദേശത്തിനും ശാസനത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാവുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം എത്രത്തോളം പ്രയോജനമുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ ദൈവവചനത്തെ നാം ഉള്ളിൽ കാണാതെ പഠിക്കണം. നിവൃത്തിയുണ്ടെങ്കിൽ കാണാതെ പഠിക്കണം. കാണാതെ പഠിച്ച്, നിവൃത്തിയുണ്ടെന്നല്ല, കാണാതെ പഠിക്കാൻ നമുക്ക് ശരിക്കും ഒക്കും. അതുകൊണ്ട് കാണാതെ പഠിക്കണം. ഒരു വാക്യം ഒരാഴ്ച, ഇപ്പം സൂസൻ ഒരാഴ്ച പറഞ്ഞ് 2 വാക്യം പഠിക്കുക, അതല്ല. അത് ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നതാ. അങ്ങനെയല്ല. ദൈവവചനം പഠിക്കുക എന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആക്കണം. എല്ലാ ദിവസവും ഒരു വചനം പഠിക്കണം. പ്രായമുള്ളവരുണ്ട് ഇവിടെ, 70 വയസ്സിക്കുള്ളിലുള്ളവരൊക്കെ ഉണ്ട് ഇവിടെ. അവർക്ക് ചിലപ്പോൾ അത് മറന്നു പോകുമായിരിക്കുക. എന്നാലും 35, 40, 50 ഇടയ്ക്കുള്ളവരല്ലേ, 60, 55 ഒക്കെ ഇടയ്ക്കുള്ളവരല്ലേ നമ്മളെല്ലാവരും അല്ലേ. പഠിക്കാനൊക്കത്തില്ലേ നമുക്ക്? തീർച്ചയായും പഠിക്കാനൊക്കും. ദൈവവചനം ഉള്ളിൽ നിറയ്ക്കുക. ആ നിറഞ്ഞാൽ മാത്രമേ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എതിർത്ത് നിൽക്കാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പൊ എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാണ്. ചിലവരുണ്ട് സങ്കീർത്തനം മാത്രം പഠിക്കും. അല്ല, നമുക്ക് പഞ്ചസാര മാത്രമല്ല, നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മൾ കഴിക്കുന്ന സമീകൃതമായ ആഹാരമാണ്. എല്ലാ ദിവസവും പായസവും പഞ്ചസാരയാണെങ്കിൽ ഡയബറ്റിക്സ് എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ലല്ലേ. അപ്പൊ എല്ലാ ദിവസവും, അപ്പൊ അങ്ങനെ ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ
കയ്പം പാവയ്ക്ക തന്നെ തിന്നേണ്ടവര്. അതുകൊണ്ട് നേരത്തെ സമീകൃത ആഹാരം ഭക്ഷിച്ചു കൊടുക്കണം. അതുകൊണ്ട് മുമ്പോട്ട് പോകണം കേട്ടോ. അതുകൊണ്ട് കയ്പം പാവയ്ക്ക തിന്നുന്നത് വരെ നമ്മൾ കാത്തിരിക്കണ്ട. കയ്പം പാവയ്ക്ക തിന്നുന്ന സമയം ചിലപ്പം വന്നെന്നിരിക്കും, വരത്തിലും നല്ല കയ്പം പാവയ്ക്ക തിന്നേണ്ട സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. വേറെ എല്ലാത്തിനെയും ഉപേക്ഷിച്ച് കയ്പ് തിന്നേണ്ട അനുഭവം ഉണ്ടാകും. പക്ഷെ ആ സമയത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ ഇപ്പം സമീകൃത ആഹാരം ഭക്ഷിച്ചു തുടങ്ങിക്കും. ജീവിതത്തിന്റെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നമ്മെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാ ദൈവത്തിന്റെ വചനം നമ്മൾ ഇടപെടുന്നത്? ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നേക്കുക. നമ്മൾക്ക് ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിച്ച വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവാത്മാവിനാൽ മുൻപ് ഇങ്ങോട്ട് വായിലോട്ട് വരുന്നത്, അല്ലെ ഹൃദയത്തിൽ നിറയുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ പഠിച്ചതൊന്നും ഓർക്കത്തില്ലെന്ന്. പക്ഷെ ഓരോ അവസരങ്ങൾ വരുമ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ അന്ന് പഠിക്കാത്ത വചനം, നമ്മൾ ആ ഒരാഴ്ച പോലും നമ്മൾ വായിക്കാത്ത വചനമാണ് നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. എന്തുകൊണ്ടാ? ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർക്ക് ദൈവം തക്ക സമയത്ത് വേണ്ടുന്നതായ വചനങ്ങൾ കൊടുക്കും. നമ്മൾ പഠിച്ചില്ലെങ്കിൽ എങ്ങനെയാ ദൈവാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഈ വചനം പഠിച്ചില്ലെങ്കിൽ ദൈവാത്മാവ് നമ്മളെ എങ്ങനെയാ ഓർപ്പിക്കുന്നത്? ദൈവത്തിന്റെ വചനം ഹൃദയസ്ഥമാക്കുക, നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കുക. എന്നാൽ മാത്രമേ തക്ക സമയത്ത് ദൈവാത്മാവിനാൽ നമുക്ക് വചനം നൽകപ്പെടുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന്റെ വചനം സാത്താൻ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളും സംശയങ്ങളും ചിന്തകളും എല്ലാത്തിനുമെതിരെ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുക. ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കാൻ, ശത്രുവിന്റെ പോരാട്ടങ്ങളോട് എതിർത്തിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവം തക്ക സമയത്ത് വേണ്ടതായ വചനം നമുക്ക് തരും. എല്ലാ പരീക്ഷകളിലും യാക്കോബേന്റെ ഇടയനാകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവത്തൊന്നുമില്ല. ഓരോ സമയത്തും വേണ്ട വചനങ്ങൾ. എനിക്കറിയാം സങ്കീർത്തനങ്ങൾ കുറച്ചു, പക്ഷെ ഇതൊന്നും ചിലപ്പം പ്രയോജനപ്പെടത്തില്ല. തക്ക സമയത്ത് വേണ്ടുന്ന വചനങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ തക്ക സമയത്ത് ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് തക്ക സമയത്ത് വേണ്ടുന്ന വചനങ്ങൾ നമുക്ക് നൽകത്തുള്ളൂ. അപ്പം നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ ഇത് കാരണമായി തീരും. തക്ക സമയത്ത് ദൈവം വചനം നമുക്ക് തരും. ഏതു ചെറിയ ആവശ്യങ്ങളിലും നമ്മൾ വചനത്തെ ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. എല്ലാവർക്കും അറിയുന്ന ഒരു വചനം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങൾ ആവശ്യങ്ങൾ ദൈവത്തോട് സമർപ്പിക്കും. ആ വചനം എന്ത് ശക്തിയുള്ള വചനമാ! ആത്മാർത്ഥമായിട്ടൊന്ന് ഒന്ന് മനസ്സിലാക്കി ഒന്ന് വായിച്ചു, ഒന്ന് മനസ്സിലൊന്ന് ഉറപ്പിച്ചു നോക്കിയേ. ആ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണ്ട. അത് ഈ ലോകത്ത് മരണമാകട്ടെ, അതിനെക്കുറിച്ചും വിചാരപ്പെടണ്ടെന്ന് പറഞ്ഞ് കർത്താവ് പറയാ, അതിന് സ്തോത്രം ചെയ്യുക. കഴിയുമോ നമുക്ക്? മരണത്തെ നോക്കി, നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങൾ നോക്കി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? പൗലൂസ് എവിടെ ഇരുന്നാ ഈ ലേഖനം എഴുതിയത്? കാരാഗൃഹത്തിൽ ഇരുന്നുകൊണ്ട്. അവിടെ ഇരുന്ന്, നമ്മൾ ഇങ്ങോട്ട് താഴ്ത്ത് വരുന്നുണ്ട്, അവിടെ ഇരുന്ന് എന്റെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കാനാണോ പറയുന്നത്? അല്ല. നിങ്ങൾ എങ്ങനെ ഇരിക്കുന്ന അവർക്ക് പൗലോസിന്റെ ചിന്ത അവിടെയും, അല്ലേ? അതുകൊണ്ട് നമ്മുടെ ബന്ധനങ്ങളിലോ നമ്മുടെ ബുദ്ധിമുട്ടുകളിലോ ഒന്നും തളർന്നു പോകാതെ ആ സാത്താന്റെ എല്ലാ തന്ത്രങ്ങളിലും രക്ഷപ്പെടുവാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ വചനത്തിൽ നാം ഉറച്ചു വിശ്വസിക്കുക. ഒരു വാക്യം മാത്രം വായിച്ചിട്ട് മുമ്പോട്ട് പോകാം. 2 കൊരിന്ത്യർ 10:3, 4, 5. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർ 10:3, 4, 5. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയത്രേ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനുള്ള അനുസരണത്താൽ പിടിച്ചടക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ വചനത്താലും ക്രിസ്തുവിനുള്ള വിശ്വാസത്താലും ദൈവിക സത്യങ്ങളുടെ ആ ഒരു ഉറപ്പിനാലും നമ്മൾ ഇവയൊക്കെ ജയിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പൊ നമ്മൾ വചനം എന്ന വാളാണ് നമുക്ക് പ്രതിരോധത്തിനും അതുപോലെ തന്നെ ആ ഓഫൻസീവ് വെപ്പണായിട്ട് നമുക്ക് തന്നിരിക്കുക, ആക്രമണത്തിനായി നമുക്ക് തന്നിരിക്കുക. നാം അത് ഉപയോഗിക്കുക. അപ്പൊ നാം അതിനെ ഉപയോഗിക്കണം. വെറുതെ തരിക അല്ല. വാൾ ഉപയോഗിക്കാതിരുന്ന അതെന്തു ചെയ്യും?
വാളും ഇരുമ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് പൂത്തു പോകും അല്ലേ? അത് എന്ത് പറഞ്ഞ പിന്നെ ഇത് തുരുമ്പ് പിടിക്കും അല്ലേ? തുരുമ്പ് പിടിക്കണ്ട. അതുകൊണ്ട് എപ്പോഴും അതിനെ ഉപയോഗിക്കുക. ഓക്കെ, നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. തുരുമ്പ് പിടിക്കുകയല്ലേന്ന് മറന്നു പോകും. അതുകൊണ്ട് നമുക്ക് അത് തക്ക സമയത്ത് ഉപയോഗിക്കുക, പഠിക്കുക, ഉപയോഗിക്കുക. നമ്മൾ ഇതെല്ലാം നമ്മൾ ഓരോന്ന് ഇങ്ങനെ 6 സർവായുധ വർഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ വിട്ടുപോയി. കർത്താവ് തന്നെയാണ്, കർത്താവിനെ ധരിക്കുക. വചനം കർത്താവ് തന്നെയാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടിരുന്ന, വചനം ദൈവമായിരുന്നു. ആ ദൈവത്തെ ധരിക്കുക. ഓരോ സർവായുധ വർഗവും നമ്മൾ പറയുമ്പോൾ അതിന്റെ ഓരോ ആയുധങ്ങളും പറയുമ്പോൾ ക്രിസ്തുവിനെ ധരിക്കുക എന്നാണ്. നമ്മൾ ചിലപ്പം പറയായിരിക്കും, ഇതെല്ലാം തന്നിട്ടുണ്ട്, ഞാൻ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? പക്ഷെ ഇതിനെല്ലാം ഒരു ആൻസറേ ഉള്ളൂ: ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവാണ് എല്ലാം. അതിന് വാക്യം പെട്ടെന്ന് അങ്ങ് വായിച്ചു പോകാം. ക്രിസ്തുവാണ് സത്യം. ആദ്യത്തെ സത്യമല്ലായിരുന്നോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവാകുന്നു സത്യം. നീതി 2 കൊരിന്ത്യർ 5:21. ദൈവത്തിന്റെ നീതി, നാം അവനെ ദൈവത്തിന്റെ നീതിയാണ്, അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി. ക്രിസ്തു തന്നെയാണ് നമ്മുടെ നീതി. 1 കൊരിന്ത്യർ 1 അവസാന വാക്യത്തിലും പറയുന്ന വിശുദ്ധീകരണവും നീതിയുമായി തീർന്നിരിക്കുന്നു എന്ന്. അവിടെ വിശുദ്ധീകരണവും ആയി അവിടെ തീർന്നിരിക്കും. കർത്താവ് നമ്മുടെ നീതിയാണ്. പിന്നെ വിശ്വാസം, ഗലാത്യർ 2:20. എന്നെ സ്നേഹിച്ച് തന്നെത്താൻ ഏൽപ്പിച്ച ദൈവത്തിനുള്ള വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഞാൻ ആരെ വിശ്വസിക്കും? ക്രിസ്തു തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി രക്ഷ, നമ്മളിപ്പോ വായിച്ചതാണ്. സകല ജാതികൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ, അത് തന്നെയാണ് ക്രിസ്തു. അതുപോലെ വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ സർവായുധ വർഗത്തിലെ 6 കാര്യങ്ങളും ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ ധരിക്കുക. ഒറ്റ വാക്യം, 2 വാക്യം വായിച്ചിട്ട് മുമ്പോട്ട് ഗലാത്യർ 3:26, 27 വാക്യങ്ങൾ. ഗലാത്യർ 3:26, 27 കാണാൻ പഠിച്ച വാക്യ. ക്രിസ്തുവിലെ വിശ്വാസത്താൽ, ക്രിസ്തുയേശുവിലെ വിശ്വാസം നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. സർവായുധ വർഗം എന്ന് പറഞ്ഞാൽ നാം ക്രിസ്തുവിനെ ധരിക്കുക എന്നതാണ് അതിന്റെ അർത്ഥം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങും, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോവും. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു എങ്കിൽ പിശാച് നമ്മെ വിട്ട് ഓടിപ്പോകും. ശാസിക്കേണ്ട കാര്യമില്ല, ഊതേണ്ട കാര്യമില്ല, ചവിട്ടിക്കളയേണ്ട കാര്യമില്ല. ക്രിസ്തുവിനെ ധരിക്കുക, സാത്താൻ നമ്മെ വിട്ട് ഓടിപ്പോകും. ഇനി അടുത്ത വാക്യം നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് പറഞ്ഞ് തീർക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് അടുത്ത വാക്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, 18ാമത്തെ വാക്യം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. അപ്പൊ സകല പ്രാർത്ഥനയാലും യാചന, ഈ സർവായുധ പ്രാർത്ഥന എന്ന് പറഞ്ഞ സർവായുധ വർഗത്തിന്റെ കൂട്ടത്തിലുള്ള ഒരു ആയുധമായിട്ടല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും ഒരു സെന്റൻസ് പറഞ്ഞായിരുന്നു, ഈ ആയുധവർഗങ്ങൾ ധരിച്ച് നമ്മൾ എതിരിടാനുള്ള, ശത്രുവിന്റെ തീയമ്പുകളെ എതിരിടാനുള്ള ആ ഒരു ശക്തി ലഭിക്കുന്ന, സർവായുധ വർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അതിനുള്ള ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയാലെയാണ്. ശക്തിയില്ല ഒരു പടയാളി, അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസർ പോട്ടെ, എല്ലാ ആയുധങ്ങളും ധരിച്ചു പോകുന്നുണ്ട്, ബലമില്ല, അന്ന് എഴുന്നേക്കാനുള്ള ശക്തി ഇല്ലെങ്കിൽ പോയിട്ടൊന്നും കാര്യമില്ല അല്ലേ? അതുകൊണ്ട് അത് ഓർത്താൽ മതി. പ്രാർത്ഥനയാലെയാണ് നമുക്ക് ശത്രുവിന്റെ തീയമ്പുകളെ, സർവായുധ വർഗം ഒക്കെ ധരിച്ച് മുമ്പോട്ട് പോകുവാനുള്ള കൃപ, ശക്തി നമുക്ക് ലഭിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയാലാണ്. അപ്പൊ ഇവിടെ പറയുന്നു ആത്മാവിനാൽ പ്രാർത്ഥിക്കണം. ഇവിടെ പറയുന്ന സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അപ്പം പ്രാർത്ഥന എപ്പോഴായിരിക്കണം? ഏതു നേരത്തും. എങ്ങനെ പ്രാർത്ഥിക്കണം? ആത്മാവിനാൽ പ്രാർത്ഥിക്കണം, അതിനായി ജാഗരിക്കണം. നമ്മള്
റോമർ 8:26 നമ്മൾ വായിച്ച വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നമുക്കറിയില്ലല്ലോ. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളെ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ അല്ലേ, അദൃശ്യ ലോകത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിക്കാനായിട്ട് ആത്മാവിലുള്ള പ്രാർത്ഥന ദൈവം നമ്മെ സഹായിക്കും. അതിന് ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്ന ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ നമ്മൾ ഓർക്കാത്ത, നമ്മൾ മിക്കവാറും നമ്മൾ അറിയാവുന്ന കാര്യങ്ങളെ കുറിച്ച് ആരെങ്കിലും നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞ് തന്നതും ചോദിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ പ്രാർത്ഥന. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ചില കാര്യങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ടല്ലോ. പക്ഷെ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരുവാൻ പോകുന്ന ചില കാര്യങ്ങളെ കുറിച്ചായിരിക്കും നമ്മൾ അതിനുവേണ്ടിയായിരിക്കും നാം പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ആത്മാവിനാലുള്ള പ്രാർത്ഥന, ആത്മാവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മെ പ്രാർത്ഥിപ്പാൻ ജാഗരിപ്പാൻ പ്രേരിപ്പിക്കും. ആത്മാവിനാലുള്ള പ്രാർത്ഥന. അപ്പൊ നമുക്കറിയാം ഈ ഔപചാരികമായ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മള് യോഗത്തിനൊക്കെ ഓരോ മീറ്റിങ്ങിനൊക്കെ പ്രാർത്ഥിക്കാൻ പറയുന്നത്, അത് ശരിക്കും മിക്കവാറും ആത്മാവിനാലുള്ള പ്രാർത്ഥനയൊന്നും അല്ല. നമ്മൾ പ്രാസമൊക്കെ വെച്ച് ചിലപ്പോ ഒക്കെ പ്രാർത്ഥിക്കും. അതിനെ അല്ല പറയുന്നത്. എപ്പോഴും ആത്മാവിനാലുള്ള പ്രാർത്ഥന. നമുക്ക് പരസ്യ പ്രാർത്ഥനയെല്ലാം അറിയാം, അത് നമ്മൾ ഇച്ചിരി ബുദ്ധിയോടെ പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മൾ ഒരു വിശ്വാസിക്ക് പരസ്യ പ്രാർത്ഥന തന്നെയല്ല, രഹസ്യ പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. ആത്മാവിനാൽ നാം പ്രാർത്ഥിക്കേണ്ടതാണ്. ആത്മീകമായ പ്രാർത്ഥനയ്ക്ക് ആത്മീക താല്പര്യമുണ്ടായിരിക്കണം, ഉണർവും ഉണ്ടായിരിക്കണം. അല്ല എനിക്ക് പ്രാർത്ഥിക്കണം, പോയിരുന്ന് 10 മിനിറ്റ് അങ്ങ് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ദൈവം എന്തോ വിചാരിക്കും അല്ലേ, അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയല്ല. ആ ഒരു നിർബന്ധത്തോടെ പ്രാർത്ഥിക്കണം. സ്ഥിരതയുള്ളവരായി പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കണം. എപ്പോഴും പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചുകൊണ്ട്, ഇംഗ്ലീഷ് പറഞ്ഞ ബി വാച്ച്ഫുൾ ടു ദി എൻഡ്. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം, ആദ്യം മുതൽ അവസാനം വരെ. നാം ഒരു ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവസാനം വരെയും പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയില്ലാത്ത ഒരു സമയം പോലും നമുക്ക് ഉണ്ടായിരിക്കരുത്. പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷങ്ങൾ പറയുന്നുണ്ട്, ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. ഏത് സമയത്തും ഇടർച്ച വരുത്തുവാൻ ഉള്ള കാര്യങ്ങൾ ഉള്ളപ്പോൾ നാം ഏതു നേരത്തും പ്രാർത്ഥിക്കണം. ഇനി സകല പ്രാർത്ഥനയാലും യാതനയാലും പലതരത്തിലുള്ള പ്രാർത്ഥന ഉണ്ട് നമുക്കറിയാം. രഹസ്യ പ്രാർത്ഥനയുണ്ട്, പരസ്യ പ്രാർത്ഥനയുണ്ട്, ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയുണ്ട്, ആത്മാവിൽ നിന്നുള്ള ഞുറുങ്ങിയ ഹൃദയത്തോടുള്ള പ്രാർത്ഥനയുണ്ട്, ഇരുന്ന് പ്രാർത്ഥനയുണ്ട്, കൈനീട്ടി ഉയർത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, പ്രയർ വാക്കുണ്ട്, ഫെർവന്റ് പ്രയർ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. എങ്ങനെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, പ്രാർത്ഥനയും യാചനയും പക്ഷാപാതവും സ്തോത്ര പ്രാർത്ഥനയും ഉണ്ടല്ലേ. അങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. എല്ലാ നേരത്തും പ്രാർത്ഥിക്കണം. ഏത് പ്രാർത്ഥനയാലും എപ്പോഴും പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ടിരിക്കണം. ഇംഗ്ലീഷിൽ പറയുന്നത് പ്രയർ അപ്പോൺ പ്രയർ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മീതെയുള്ള പ്രാർത്ഥന. പ്രയർ അപ്പോൺ പ്രയർ, പ്രാർത്ഥനയ്ക്ക് മീതെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എവരി കൈൻഡ് ഓഫ് പ്രയർ ദാറ്റ് വി ക്യാൻ തിങ്ക് ഓഫ്. നമ്മൾ ഏത് തരത്തിലും നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിയണം. വ്യസനത്തോടെ പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ ഹൃദയം നുറങ്ങിയ പ്രാർത്ഥന, ഏത് തരത്തിൽ സ്തോത്ര പ്രാർത്ഥനയുണ്ട്, ഏത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ഏത് രീതിയിലും നാം പ്രാർത്ഥിക്കുക. അപ്പം ശത്രുവിന്റെ തന്ത്രങ്ങളെ എടുത്തു നിൽക്കാനുള്ള ആത്മീക ശക്തി ലഭിക്കുന്ന പ്രാർത്ഥനയാലുണ്ട്. സർവായുധവർഗം ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാം, പക്ഷെ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് എതിർത്ത് നിൽക്കുവാനായിട്ട് കഴിയില്ല. അപ്പൊ നമ്മുടെ ശക്തിയിൽ പൂർണ്ണമായും നമ്മൾ ആശ്രയിച്ച പൂർണ്ണ പരാജയമായിരിക്കണം. അപ്പൊ നമ്മള് ആ പ്രാർത്ഥനയാൽ എപ്പോഴും, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. അപ്പൊ നമ്മുടെ പ്രാർത്ഥന എവിടെ കൊണ്ട് അവസാനിക്കും? നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ അടുത്ത ചില ബന്ധുക്കളെ, അടുത്ത ചില കൂട്ടുകാരല്ലേ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ അവിടെ കൊണ്ട് അവസാനിക്കുന്ന. പക്ഷെ അവിടെയല്ല, സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി. നമ്മളെ വചനം പഠിപ്പിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കണം, നമ്മളെ സഹായിച്ചവരെ. കാരണം ഓരോ വിശ്വാസിയും പോരാട്ടക്കളത്തിലാണ്. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദേവദാസൻ ഇങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, മൂക്കിൽ ശ്വാസമുള്ള എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നതായിട്ടുണ്ടല്ലേ. അവ അങ്ങനെ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മെ അറിയാവുന്നവർക്ക്
വേണ്ടിയും എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കുക. നമ്മൾ ചിലപ്പോൾ വചനം കേൾക്കുന്ന ചില നല്ലോണം വചനം സംസാരിക്കുന്ന ചില ദേവദാസന്മാരുണ്ടല്ലോ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം അവരൊക്കെ വളരെ നമ്മൾ താഴോട്ട് പറഞ്ഞിട്ടുണ്ട്, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടവണ്ണം പ്രാഗൽഭ്യത്തോടെ വചനം അവർക്കാണ് പോരാട്ടമുള്ളത്. കാരണം സത്യത്തിന് നേരെ നിൽക്കുന്നവർക്ക് ആ പോരാട്ടം. അവര് സത്യസന്ധമായിട്ട് വചനം സംസാരിക്കേണ്ടതിന് നാം പ്രാർത്ഥിക്കണം. നമ്മുടെ പ്രാർത്ഥന അതിന് ആവശ്യമുള്ളതാ. ഓരോ വിശ്വാസിക്കും പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥന ഏതു നേരത്തും. നമ്മൾ ആരെങ്കിലും നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ലായിരിക്കാം. നമ്മൾ പ്രാർത്ഥന കഴിഞ്ഞ് നമ്മുടെ സാധാരണ സമയത്തെ പ്രാർത്ഥന കഴിഞ്ഞായിരിക്കും. പക്ഷെ നമ്മൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലേ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാന്ന് പറഞ്ഞാൽ ആ മനസ്സ് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലേ? മനസ്സിൽ പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമ്മൾ നടക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. നമുക്ക് ജോലി ചെയ്യുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിക്കാൻ ഒരു സമയവും വേണ്ട. ഒരു പ്രത്യേക സമയത്തിന്റെ ആവശ്യമില്ല. ഏതു നേരത്ത് പറയും ധൈര്യത്തോടെ കൃപാസനത്തിന് മുമ്പിൽ എടുത്തു തരാൻ ദൈവം നമുക്ക് ആ ഒരു ധൈര്യം തന്നിരിക്കുക, ഭയം കൂടാതെ. പണ്ട് കാലത്ത് ഭയത്തോടു കൂടിയാ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശനം. പക്ഷെ ഇപ്പോൾ കൃപാസനത്തിലേക്ക് കടന്നു ചെല്ലാൻ ഭയം കൂടാതെ ധൈര്യത്തോടെ. ധൈര്യം എന്നുള്ള പദം എനിക്ക് വലിയ ഇഷ്ടമാണ്. ധൈര്യത്തോടെ ഏത് സമയത്തും കടന്നു എന്ന് കാരണം അപ്പനോട് മക്കൾ പ്രാർത്ഥിക്കുന്നതും ആവശ്യം പറയുന്നത് പോലെയാണ് നമ്മുടെ സ്വർഗീയ പിതാവിനോട് നമ്മൾ ആവശ്യങ്ങൾ പറയുന്നത്. മുമ്പോട്ട് പോകാം. അവിടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ട് അവിടെ പറയുന്നത്, ഞാൻ സകല പ്രാർത്ഥന യാചന ഏത് നേരത്തും സകല വിശുദ്ധന്മാർക്കും സകല വിശുദ്ധന്മാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുക. സ്ഥിരതയുള്ള പ്രാർത്ഥനയായിരിക്കണം. എൻ്റെ ആവശ്യം വരുമ്പോൾ, എനിക്ക് വിഷമം വരുമ്പോൾ ചിലപ്പം കണ്ണുനീര് കൊണ്ട് നമ്മൾ കുറച്ച് ഹൃദയം നുറങ്ങി പ്രാർത്ഥിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ പ്രാർത്ഥന നമ്മുടെ ആവശ്യം സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ചിലപ്പോൾ നിൽക്കുന്നിരിക്കുക. അല്ല, സ്ഥിരതയോടെ മുമ്പോട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ. ഞാൻ ചങ്ങല ധരിച്ചു സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടതുകൊണ്ട് അതിനെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും വേണ്ടി ഞാൻ പറഞ്ഞതാ. ഞാനിപ്പം വിലങ്ങിലായിരിക്കുക. എൻ്റെ വിലങ്ങ് മാറിപ്പോകാനല്ല ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാവധിയെ സേവിക്കുന്ന സുവിശേഷത്തിന് മർമ്മം ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് ഞാൻ വായ് തുറക്കുമ്പോൾ വചനം എനിക്ക് നൽകപ്പെടണം. ഞാൻ സംസാരിക്കേണ്ടവണ്ണം പ്രാഗൽഭ്യത്തോടെ അതിനെ സത്യം സംസാരിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വസ്തയോടും പ്രാഗൽഭ്യത്തോടും കൂടെ വചനം സംസാരിക്കേണ്ടവനെ. ആ ജയിലിൽ നിന്നുള്ളൊരു മോചനമല്ല എനിക്ക് വേണ്ട, ഞാൻ പറയുന്നത് ദൈവത്തിന്റെ സത്യമായിരിക്കും. എഫെസോസിലെ വിശുദ്ധന്മാരോടുള്ള അവസാനത്തെ തന്റെ യാത്രാമൊഴി പറയുന്നത്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് സകലവും തന്നെന്ന് തന്നെന്ന് പറയുന്നുണ്ടല്ലേ. ആ പ്രയോജനമുള്ളതൊന്നും മറച്ചു വയ്ക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന ദൈവവചനം സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ പലരെയും അല്ലെ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞാൽ ചിലപ്പോൾ സത്യം പറയാനൊന്നും എനിക്ക് ഒക്കത്തില്ല. പക്ഷേ ഞാൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ സംസാരിക്കുന്നെങ്കിൽ ആരുടെ മുഖം നോക്കാതെ സത്യം പറയുവാൻ എനിക്ക് കഴിയും. കാരണം നമ്മുടെ വാക്കുകൾ ദൈവവചനമെന്ന് പറയുന്ന നമ്മുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ വളച്ചൊടിക്കേണ്ടതല്ല. ദൈവത്തിന്റെ വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കണം. അത് ആരുടെ മുമ്പിലാണെങ്കിലും പ്രാഗൽഭ്യത്തോടെ സംസാരിക്കും. പ്രാഗൽഭ്യത്തോടെ സത്യത്തിന്റെ വചനം സംസാരിച്ചതുപോലാണ് പൗലോസിന്റെ കയ്യിലെ വിലങ്ങ് വന്നത്. പ്രാഗൽഭ്യത്തോട് സംസാരിച്ച ചിലപ്പം തടവായിരിക്കും ഫലം. പക്ഷെ അതിലൊന്നും കുറച്ച് പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നിർമ്മലതയിലും വചനത്തിലൊന്നും കൂട്ടിച്ചേർക്കാതെ നിർമ്മലതയിലും യേശു ക്രിസ്തുവിനും അല്ലേ ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ അത്ര ഞാൻ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ഒത്തിരി വചനം എഴുതിയിട്ടുണ്ട്, ഞാൻ ഒന്നും വായിക്കുന്നില്ല. അപ്പം സത്യവചനം സംസാരിച്ചാൽ ചങ്ങലയായിരിക്കും ഫലം. പക്ഷെ എല്ലായിടത്തുനിന്നും പുകഴ്ചയാണെങ്കിൽ വായിക്കുന്നതെന്ന് പറയുന്നൊന്നും സത്യവചനമല്ല. അതുകൊണ്ട് എപ്പോഴും നാം സത്യവചനം സംസാരിക്കണം. അപ്പൊ സത്യവചനം സംസാരിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പല സത്യങ്ങളും വേദനാജനങ്ങളുമായിരിക്കും, എപ്പോഴും അത് സന്തോഷം തരുന്നതല്ല. പക്ഷെ ദൈവവചനത്തിൽ നമ്മളെ മുറിക്കുവാനും കഴിയും, നമ്മളെ ഉണക്കുവാനും കഴിയും. ആ ജീവനുള്ള ആ വചനം
പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി, പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നു, ഞാൻ നിരപ്പിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ദൈവത്തിന്റെ സ്ഥാനാപതിയെ കൈസറുടെ ബദ്ധനായിട്ടിരിക്കുകയാണെങ്കിലും പറയുന്നത്, ക്രിസ്തുവേശുവിന്റെ ബദ്ധനായി ഞാൻ ചങ്ങല ധരിച്ചിരിക്കുക എന്നാ പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിനും വേണ്ടിയായിരിക്കും പ്രാർത്ഥിക്കുക, എല്ലാവർക്കും വേണ്ടി നാം പ്രാർത്ഥിക്കണം. അപ്പൊ അവിടെ പൗലോസ് പറയുന്നു, ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് ദൈവം വചനം നൽകപ്പെടണം. കാരണം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുവാനും നമുക്ക് പറയാൻ പറ്റത്തില്ലായിരിക്കാം, ചിലപ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട്. പക്ഷെ അതല്ല, ഞാൻ സംസാരിക്കും വേണം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഇനി 2 മിനിറ്റും കൊണ്ട് ജസ്റ്റ് വായിച്ചങ്ങ് പോകാം. അവസാനത്തെ വാക്യം, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താൽ വിശ്വസിച്ച തീക്കോസ് നിങ്ങളോടുകൂടെ അറിയിക്കാം. അപ്പം തീക്കോസ് ഇപ്പം റോമയിൽ നിന്ന് ഈ ലേഖനവുമായിട്ട് എവിടേക്ക് എഫെസോസിലേക്ക് പോകുന്നുണ്ട്. അപ്പം പൗലോസ് തടവറയിലാകുന്നു എന്ന് അറിഞ്ഞിട്ട് പൗലോസിന്റെ ആ അവസ്ഥ എങ്ങനെ അറിയേണ്ടതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അവർ പറയാണ്, എൻ്റെ അവസ്ഥയൊക്കെയും അവർ നിങ്ങളോട് അറിയിക്കും എന്ന് പറയും. തീക്കോസ് നിങ്ങളോട് അറിയിക്കുന്നു. അപ്പം നിങ്ങൾ ഞങ്ങളുടെ വസ്തു അറിവാനും അവൻ നിങ്ങളുടെ ഹൃദയത്തെ ആശ്വസിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ആശ്വാസനം, കാരണം നിങ്ങൾ എന്നെ കുറിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ പൗലോസ് പറയാ, നിങ്ങൾ എൻ്റെ അവസ്ഥ അറിയണം, അപ്പൊ നിങ്ങൾക്ക് അത് ആശ്വാസം കിട്ടും, അതിനുവേണ്ടി ഞാൻ തീക്കോസിനെ അയച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. തീക്കോസിനെ കുറിച്ച് പറയുന്നത് വിശ്വസ്ത ശുശ്രൂഷകനെ, കർത്താവിന്റെ ദാസനെ, പൗലോസിന്റെ സഹപഠനം എന്നൊക്കെ പറയുന്നുണ്ട്. ഒത്തിരി വാക്യങ്ങളുണ്ട്, ഞാൻ ഒന്നും വായിക്കുന്നില്ല. അപ്പൊ അവിടേക്ക് അയച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. പൗലോസിന്റെ അവസ്ഥ അറിയണം. പൗലോസ് സന്തോഷത്തോടെ ഇരിക്കുന്ന ചങ്ങലകളിൽ, അതെല്ലാം അറിയണം. അതുകൊണ്ട് അതിനു വേണ്ടിയാണ് തീക്കോസിനെ അയച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ ഹൃദയം തണുക്കണം. ഇനി പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടുള്ള സ്നേഹം. പൗലോസിന്റെ ആശീർവാദമാണ്, നിങ്ങൾക്ക് സമാധാനവും വിശ്വാസത്തോടുള്ള സ്നേഹവും ഉണ്ടായിരിക്കട്ടെ. 24-ാമത്തെ വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. ഒരു കാര്യം മാത്രം ഇവിടെ ഞാൻ പറഞ്ഞു പോകാം, അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും ക്ഷയമില്ലാത്ത സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹം എപ്പോഴും വർദ്ധിച്ചു വരുന്നതായിരിക്കണം, മേൽക്കുമേൽ വർദ്ധിച്ചു വരുന്നതാണ്. നിത്യസ്നേഹത്താൽ ദൈവം നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം ഒരിക്കലും നിലയ്ക്കാത്ത സ്നേഹമാണ്. അതുപോലെ നാം ഓരോരുത്തരും എഫേസോസിലെ സഭയെ പോലെ അക്ഷയമായ സ്നേഹം, നശിച്ചു പോകാത്ത സ്നേഹമുള്ളവരായി ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ നിന്ന് വർദ്ധിച്ചു വരണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപയിരിക്കുമാറാകട്ടെ. പക്ഷേ ഈ അക്ഷയമായ സ്നേഹത്തെ അവർക്കൊരു എൻകറേജ്മെന്റാ, നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നു. പക്ഷെ നമ്മൾ ഒരിടത്ത് വരുമ്പം കാണുന്നുണ്ട്, എവിടെയാണ്? റെവലേഷൻ നമ്മൾ കാണുന്നുണ്ട്. എഫെസോസിലെ സഭകൾക്ക്, ആസിയയിലെ സഭകൾക്ക് ദൂത് പറയുമ്പോൾ എഫെസോസിലെ സഭയെ കുറിച്ച് പറയുന്നുണ്ട്, നിങ്ങളുടെ ആദ്യ സ്നേഹം വിട്ടുപോയി എന്നൊരു കുറവ് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. ഈ അക്ഷയമായി സ്നേഹിച്ചവരാ. പൗലോസ് പാസ്റ്ററായിരുന്നു, കുറെ കാലം തീമോഥെയോസ് പാസ്റ്ററായിരുന്നു, കുറെ കാലം യോഹന്നാൻ പാസ്റ്ററായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള അക്ഷയമായി ക്രിസ്തുവിനെ സ്നേഹിച്ചവർ എവിടെ പോയി? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. നമ്മളോടുള്ള ഒരേ ഒരു കർത്താവിന്റെ ഇഷ്ടമാണ്, നമ്മൾ വിട്ടുപോകരുത്. ആദ്യ സ്നേഹം വിട്ട് കളയാതെ അക്ഷയമായ ആ സ്നേഹത്തെ, ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. ഈ വേദവചന പഠനമെല്ലാം നമ്മളെ അതിന് സഹായിക്കുമാറാട്ടെ. 2-3 കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ എഫെസ് ലേഖനം കഴിഞ്ഞു. ഒരു 2 മിനിറ്റും കൂടെ നമ്മൾ ആദ്യം മുതൽ പഠിച്ചുകൊണ്ടിരുന്ന വാച്ച്മാൻ നീയുടെ ഒരു പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, സിറ്റ്, വാക്ക്, സ്റ്റാൻഡ്. ആ ഒരു കാര്യം മാത്രം പറഞ്ഞു പോകാം. ആ എഫെസ് ലേഖനം മുഴുവൻ 6 ചാപ്റ്റർ ഒരുമിച്ച് കൂടെ പറഞ്ഞു പോകുന്നത് നമ്മൾ സിറ്റ്, നമ്മുടെ പൊസിഷൻ, നമ്മൾ ക്രിസ്തുവിൽ നാം ആരായിരിക്കുന്നു എന്നാം അറിയണം. ആരായിരിക്കണമെന്ന് അറിയണമെങ്കിൽ 2-ാമത്തെ അധ്യായത്തിലായിരുന്നു നമ്മൾ എവിടെ നിന്ന് വന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മളെ ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേൽപ്പിച്ച് എവിടെയായിരുത്തിയിരിക്കും? നമ്മളെ പൊസിഷൻ ഇപ്പം നമ്മൾ ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിരിക്കുകയാണ്. നാം സാറ്റ് വിത്ത് ക്രൈസ്റ്റ് അല്ലേ, നമ്മൾ അസീറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയാണ്. അപ്പൊ ആ ക്രിസ്തുവിനോടുകൂടെ ആ പൊസിഷനിലായിരിക്കുന്നവർ, നമുക്കൊരു പൊസിഷനുണ്ട്. നമ്മൾ എവിടെയായിരുന്നു അവിടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് നമ്മൾ ക്രിസ്തുവിനോടെ ആ പൊസിഷനിലാക്കിയിരിക്കുകയാണ്. ആ പൊസിഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്.
പക്ഷെ നാം ആയിരിക്കുമ്പോൾ നാം ക്രിസ്തുവിൽ ആരാണ് എന്നനുസരിച്ചുള്ള ഒരു നടപ്പായിരിക്കണം നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ളത്. അപ്പം നമ്മൾ വാക്കിംഗ് ബൈ ദ ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിനോടുകൂടെ നടക്കണം. വാക്കിംഗ് ബൈ ഹിം. നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? 4 മുതൽ 6 വരെയുള്ള 5 വരെയുള്ള 6-9 വരെയുള്ള വാക്യങ്ങൾ മുഴുവൻ നാം അതാണ് പഠിച്ചത്. നാം നമ്മുടെ പൊസിഷൻ അനുസരിച്ച് നമ്മൾ നടക്കുക. ഇനി അവസാനം ഈ പൊസിഷൻ അനുസരിച്ച് നാം നടക്കണമെങ്കിൽ, പൊസിഷൻ അനുസരിച്ച് നടക്കുന്നവർക്ക് പോരാട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡ് ഫേം. നമ്മുടെ വാർഫെയറെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ നാം എപ്പോഴും ഉറച്ചു നിൽപ്പാനും ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാനും നമുക്ക് കഴിയണം. ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിക്കണം. സെറ്റ് നമ്മുടെ പൊസിഷൻ, വാക്ക് നമ്മൾ ഇപ്പൊ എങ്ങനെ ആ പൊസിഷൻ അനുസരിച്ച് വാക്ക് ചെയ്യണം. ആ പൊസിഷൻ അനുസരിച്ച് നാം വാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എതിരുകൾ ഉണ്ടാകുമ്പോൾ സ്റ്റാൻഡ് ഫേം. ക്രിസ്തുവിൽ ഉറയ്ക്കുക, ക്രിസ്തുവിനെ ധരിക്കുക. എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ചു തീർന്നു. നാം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ, നമ്മുടെ സാക്ഷ്യമുള്ളവരായി ക്രിസ്തുവിന്റെ സുവിശേഷവുമായി നിൽക്കുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന് സുവിശേഷത്തിന് ഒത്തവണ്ണം ജീവിപ്പാൻ പൗലോസ് പറയാം, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം, അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചിരിക്കുക പൂർണ്ണ വിനയത്തോടും. അങ്ങനെ അതുപോലെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം ദൈവം നമ്മളെ നടത്തട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കണം. നമ്മുടെ ഓരോ ദിവസവും ചെയ്യുന്ന ദൈവവചന പഠനവും, നമ്മളുടെ സ്ഥിരമായ പ്രാർത്ഥനകളും, നമ്മളുടെ സ്വന്തമായ വചന പഠനവും, ഓരോ ബൈബിൾ സ്റ്റഡികളും, നാം കേൾക്കുന്ന എല്ലാ വചനങ്ങളും ക്രിസ്തുവിൽ സ്ഥിരമായി നിൽപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ. ഉറച്ചു നിൽക്കണം. വിശ്വാസത്തോടും കൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.